ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണോ? ഇപ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ് പറയുന്നില്ല, നമ്മളെ 12:45 12:35. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ സമയം ഇനി ഏതാനും സമയങ്ങളുള്ളൂ. നമ്മൾ 1 മണിക്ക് കഴിക്കുന്നവരുണ്ട്, 1:30 കഴിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ മിക്ക സ്ഥാപനങ്ങളിലും 1 മണി 1:10 ഒക്കെ ആകുമ്പോഴത്തേന് ഫുഡ് കഴിക്കില്ലേ. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കണം, ഫുഡ് കഴിക്കാൻ സമയമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നമുക്ക് ഫുഡ് കഴിക്കണമെന്നും തോന്നും. പക്ഷെ വീട്ടിലാകുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണമെന്നും ചിന്ത ഉണ്ടാവില്ലല്ലോ. നമുക്ക് വേണ്ടപ്പെടുത്ത് കഴിക്കാൻ നമ്മളെ സമയമൊന്നും നോക്കണ്ട. അതൊക്കെയാണ് നമ്മളെ മൈൻഡിൽ. അപ്പോൾ നമുക്ക് ഭക്ഷണം വേണ്ടിയില്ല. ഇതല്ല, നമുക്ക് ആ സമയമാകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് വിശക്കാൻ തുടങ്ങും അല്ലേ. എനിക്ക് എവിടെയും കല്യാണപ്പുറേ പോയാലും എനിക്ക് ഭയങ്കര വിശപ്പം. ചോറ് എപ്പോഴാണ് ചോറ് കിട്ടുക വിചാരിക്കും. വീട്ടിലാകുമ്പോൾ ആ സമയം അങ്ങനെയൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ കഴിക്കും, അത്ര തന്നെ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിച്ച് നല്ലപോലെ വെള്ളം കുടിച്ച് ഹാപ്പി ആയിട്ട് ബാക്കി വർക്കും കൂടി ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് നമ്മളെ വീഡിയോ ഒക്കെ ഫ്രീ ആകുമ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് നോക്കണം കേട്ടോ. അപ്പം നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണെന്ന് ശുഭപ്രതീക്ഷയോടെ നമ്മൾ എന്താ പറയുക, നമ്മളെ ഉച്ചയൂണിൻ്റെ സമയത്ത് നമ്മൾ ഉച്ചയൂണിലേക്ക് വണക്കം അങ്ങനെ ഒരു ഇതായിക്കോട്ടെ നമ്മൾ പറയാം. ആരും പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ അങ്ങനെ അല്ലേ. നമ്മൾ ഉച്ചയൂണിൻ്റെ സമയമായി, നമ്മൾ ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ സമയമായി. ഊണിലേക്ക് ഇതാ ഒരു വണക്കം പറഞ്ഞുകൊണ്ട് നമ്മൾ ചോറിന് വണക്കം പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും സുഖല്ലേ? എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കഥയിലേക്ക് പോകട്ടെ. ഇന്നാലും നമ്മൾ പറഞ്ഞു കേട്ടോ, 10-15 മിനിറ്റോളം പറഞ്ഞു, 15-16 മിനിറ്റോളം പറഞ്ഞു. പിന്നെ നമ്മൾ ആ ഫുഡിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഉച്ചയ്ക്ക് എടുത്ത് അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പം നമ്മളെ വീട്ടിലെ വിശേഷം ഇച്ചിരി പറയാഞ്ഞാൽ വെറും കഥയായാൽ ചിലവർക്ക് അത് ബോറടിക്കുന്നേ. ചിലവർക്ക് എൻ്റെ ഈ കുഞ്ഞു വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവരും കൂടി കാണട്ടെ, നമ്മളെ വീഡിയോ കഥയും കൂടി കാണട്ടെ എന്ന് കരുതിയാണ്. അപ്പം നമുക്ക് കഥയിലേക്ക് പോവാം. നമ്മൾ ബസ് കയറാൻ പോകുമ്പോൾ കാർത്തിക് എന്താ പറഞ്ഞത്, ബാബേട്ടൻ്റെ അടുത്ത് തന്നെ ഇരുത്തണം. അപ്പോൾ നമുക്ക് വേണുവിൻ്റെ അടുത്ത് പറയാം. അപ്പോൾ നമുക്ക് ഒക്കെ ശരിയാവുന്നു അങ്ങനെ. അപ്പം ഇങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന സമയത്ത് കാർത്തികൻ്റെ കൈ വിടും ബാബു. എന്നിട്ട് മെല്ലെ വേണുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് വേണുവിനെ ഇങ്ങനെ കൈ പിടിച്ച് ഇവിടെ ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് വന്ന കുട്ടികളെ എടാ എന്താട്ടാ ബസ്സിൽ സീറ്റിട്ട് കാർത്തികൻ്റെ കൂടെക്കൊന്നും ഇരിക്കണം, എന്താ വഴി? ബസ്സിൽ മുമ്പൊക്കെ സീറ്റിട്ടല്ലേ ഏട്ടാ ഇരിക്കണത്. നമ്മളെ പെൺകുട്ടികളെ അവിടെ സ്ഥാപിക്കാൻ പറ്റുമെന്നത് ആദ്യം നോക്കുക, എന്നിട്ടല്ലേ ഏട്ടൻ്റെ കൂടെ ഇരിക്കേണ്ടത്. അവർ ശരിയാണില്ലേ, അത് ഞാനും പറഞ്ഞ്. എന്തേ ഏടത്തിമ്മ പറഞ്ഞാണോ? പറയാടാ. എപ്പോൾ പറഞ്ഞേ? നിങ്ങൾ കടലിൽ കളിക്കുന്ന സമയത്ത് അവൾ എൻ്റെ അടുത്ത് ഇതൊക്കെയാ പറഞ്ഞത്, ഒക്കെ വരുമ്പോൾ ഇരിക്കണേനല്ല ആണോ? ഏടത്തിമ്മ പറഞ്ഞ പിന്നെ അനിയന് ഒരു രക്ഷയില്ല. ഏടത്തിമ്മക്ക് കട്ട സപ്പോർട്ടാ. അപ്പം അങ്ങനെ ഒരു ഇളയച്ചിന് ആർക്ക് കിട്ടൂല്ലേ? നമുക്കൊക്കെ ഒരു ഇളയച്ചുണ്ടെങ്കിൽ എത്ര തന്നെ. മുത്തച്ഛനാണ് നമ്മളെ ബേബി മോളേനെ വിളിച്ചിട്ടുള്ളൂ കേട്ടോ. ആ കഥ അടക്കട്ടെ. അങ്ങനെ ഞാൻ ഉണ്ണിയേട്ടനെ കുറിച്ച് ആലോചിച്ചതാ. ഉണ്ണിയേട്ടനാണ് ഇവിടെ എൻ്റെ അടുത്തിമ്മൻ്റെ കളാച്ച. നല്ലൊരു അളാച്ചനാണ്. മര്യാദയ്ക്ക് അടുത്തിമ്മമാരോട് മിണ്ടലും കൂടി ഇല്ല മനുഷ്യൻ, അങ്ങനത്തെ ഒരു മനുഷ്യൻ. അങ്ങനെ എല്ലാവരും അങ്ങനെ വീണ് പറഞ്ഞ് അങ്ങനെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇതുണ്ടാവും. അപ്പം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നൊക്കെ ഇങ്ങനെ ഒരു ഷെഡായിരിക്കും ഉണ്ടാവുക. ഓല ഷെഡ്. ബസ് സ്റ്റോപ്പ് ഒന്നും ഉണ്ടാവില്ല, ഓല ഷെഡ്. അവിടെ ഇങ്ങനെ ഒരു മുളയൊക്കെ അങ്ങനെ കെട്ടിക്കുട്ടി ഒരു ബെഞ്ച് പോലെ ആക്കും ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ. അങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ബസ് കാത്ത് നമ്മളെ മോൻ്റെ പറയോ നമുക്ക് ബസ് എത്തൂല, നമ്മളിന്ന് റോട്ടുമ്പോൾ കിടന്നുറങ്ങേണ്ടി വരും, എൻ്റെ അമ്മയ്ക്ക് സങ്കടമാവും, എൻ്റെ അമ്മയ്ക്ക് വിഷമാകും. അപ്പം നമ്മളെ ചെക്കന് കടലും കാണണം, കടൽ തീരും കാണണം, കളിക്കും എങ്ങനെ ബസ് വന്നപ്പത്തിന് എല്ലാവരും ചാടിക്കയറി വേഗം ചാടിക്കയറി എൻ്റെ സീറ്റ് ഉണ്ടോ നോക്കാം നമ്മളെ ഇടത്തിവനായിട്ട്. അപ്പോൾ ബാക്ക് കൂടെ കയറി അപ്പോൾ ശാലിനി മുന്നിൽ കൂടെ കയറി സീറ്റിട്ട് ശാലിനി വേഗം ഇടത്തിമേ കാർത്തിക അവിടെ ഇരിക്കുന്ന അപ്പടി മറ്റൊരു സീറ്റ് ഇട്ടില്ല. അപ്പടി മോട്ടനെ ഓടിച്ചെന്ന്. അപ്പോൾ കാർത്തിക ഇങ്ങനെ പോകാൻ പോകുമ്പോൾ വേണമെന്ത് ചെയ്യും, ബാക്ക് കൂടെ ഓടി വന്ന് ഓരോടുത്ത് അങ്ങോട്ട് ഇരിക്കും. അപ്പോൾ എന്താ വേണേട്ടോ കാർത്തികനെ എടുത്തത് അറിയാം. എൻ്റെ ഏട്ടൻ നിൽക്കുമ്പോൾ കാർത്തിക എടുത്തി ഇരിക്കാൻ പാടില്ല, അവിടെ നിൽക്കട്ടെ, ഞാനിരിക്കട്ടെ എന്നിട്ട് ബാബുവിനെ നോക്കും. അപ്പോൾ ബാബു അപ്പോൾ ഇങ്ങനെ ഏട്ടനിങ്ങനെ തല പിടിച്ചിങ്ങനെ വിളിക്കും. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ എടുത്തേക്കുന്നു, ഏട്ടാ
ഒപ്പര ഇരിക്കാൻ കഴിഞ്ഞില്ലേ, ഒപ്പര നിൽക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണെന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെ ഒരു രണ്ടാളും അങ്ങനെ ഇരുന്ന് അവർക്ക് കുറച്ച് ടൗണിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ഓടാണ്ട്. അപ്പോൾ കാർത്തികയ്ക്ക് നമ്മളെ ശാലിനിക്ക് ഒറ്റ പിടിച്ചു വേണേട്ടാ മോശമല്ലേ, ഓൾ എന്താ വിചാരിക്കുക എന്നൊക്കെ വിചാരിക്കും. ഓളൊന്നും വിചാരിക്കില്ല, ഏട്ടൻ്റെ കൂടെ നിന്നുണ്ടാവും, നല്ല എൻജോയ് ചെയ്തിട്ട് രണ്ടാളും നിൽക്കണമെന്ന് അറിയാം. അങ്ങനെ ഓൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കൈ കൊണ്ട് അവനെ പിടിക്കുന്നുണ്ട്, അവനെ അടുത്ത് തന്നെയാണ് നിൽക്കണേ, അവൻ്റെ ഇവിടെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിൽക്കായിരിക്കും. അങ്ങനെ ഇവർക്ക് ഇറങ്ങാൻ ഒരു 2 സ്റ്റെപ്പുള്ളൂ. അപ്പം ഏറ്റവും ബാക്കിലൊരു 2-3 സീറ്റ് അങ്ങോട്ട് ഒഴിഞ്ഞ ഉടനെ ഇവർ രണ്ടാളും എന്തൊക്കെയോ വർത്താനം പറഞ്ഞേക്കാം. അപ്പോൾ വേണു തിരിഞ്ഞു നോക്കുമ്പോൾ ഏട്ടാ ബാക്കിലതാ സീറ്റ്. അപ്പോൾ ശാലിനി അറിയാം അവിടെ പോയിരിക്കേട്ടാ അറിയാം, ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിൽക്കില്ല, ഒരു രണ്ടാളും അവിടെ പോയിരുന്നോട്ടെ. അപ്പോൾ ഒരു രണ്ടാളും അവിടെ പോയിരുന്ന് കാർത്തികൻ അവൻ്റെ കൈവിലേക്ക് ചാരിയിരുന്ന് ഓരോ കിന്നാരും പിന്നാരൊക്കെ എന്നിട്ട് ചോദിക്കും ബാബട്ടാവുമ്പോൾ ഇനിയിപ്പോൾ 2 സ്റ്റോപ്പുള്ളൂ, അപ്പം നമുക്ക് ഇറങ്ങണ്ടേ അല്ലേ, അവർക്ക് നമുക്ക് കുറച്ച് അപ്പുറത്തുനിന്ന് കിട്ടിയിട്ട് എത്ര നന്ദിനി എന്നൊക്കെ പറയാം. അതിനെന്താ നമ്മളൊപ്പരല്ലേ നിന്നെ, കുഴപ്പമൊന്നുമില്ല. ഇല്ല കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അറിയാം എന്താണ് അപ്പോൾ ഒരു ബാബട്ടാ എന്നാ കാണുമ്പോഴേ അതിനൊക്കെ വഴി ഉണ്ടാവും. ഇതേമാതിരി എന്തെങ്കിലും ഒരു വഴി, നമുക്ക് സുഗന്ധിൻ്റെ കല്യാണമല്ലേ, കല്യാണത്തിന് കണ്ടുകൂടെ, അവർ കല്യാണത്തിന് നമുക്ക് ഇങ്ങനെ അടുത്തുള്ളവരൊക്കെ ഉണ്ടാവും, അങ്ങനെ എടുത്ത് കിട്ടുമോ ബാബേട്ടന്, ഇതേമാതിരിയൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം. അങ്ങനെ പോകാൻ കഴിയുമോ? അച്ഛൻ വീടൂല, ഫാമിലീൻ്റെ കൂടെ പോകാൻ പറ്റുള്ളൂ. നമുക്കൊരു സിനിമയ്ക്കൊക്കെ പോകണോ, അച്ഛനോട് പറഞ്ഞു നമുക്ക് ശാലിനെ പിടിച്ചോണ്ട് അതൊക്കെ ശാലിനോട് പറഞ്ഞാൽ മതി, ശാലിനിക്ക് അവിടെ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ, എൻ്റെ വീട്ടിലെ സിനിമകളുടെ ടിക്കറ്റ് ഞാൻ എടുത്തോണ്ടെന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ബാബട്ടാ നല്ല ചൂടുണ്ട് കേട്ടോ, എന്തായാലും ഡോക്ടറെ കാട്ടണേ, നല്ല കുട്ടിയല്ലേ, എൻ്റെ കുട്ടിയല്ലേ, എൻ്റെ കുട്ടി തന്നെയാണ്, ഡോക്ടറെ കാട്ടും. അമ്മ എന്ന ഡോക്ടർ ഇന്നെ ചികിത്സിച്ചേക്ക് മാറും. ഇല്ല മാറിയില്ലെങ്കിലോ ഞാൻ അറിയോ, തൊട്ട് നോക്കി. അപ്പോൾ എൻ്റെ അമ്മ തൊട്ട് നോക്കും, എത്രയും കാലം എൻ്റെ അമ്മ തൊട്ട് നോക്കിയില്ലേ എന്നൊക്കെ പറയും. എൻ്റെ അമ്മയ്ക്ക് 2 ദിവസമായിട്ട് എന്നെ തൊട്ടാക്കാൻ കിട്ടില്ല. എൻ്റെ കത്ത് വന്നോടുകൂടി പിന്നെ പൻ്റെ കൂടെ തന്നെയില്ലേ ഞാൻ, അതുകൊണ്ടല്ല എൻ്റെ പണി ഇപ്പം മാറിണ്ടാവും. അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് 2-3 ആൺകുട്ടിക്ക് പ്രാണനാണ് കേട്ടോ. ശാലിമൊക്കെ അച്ഛനോടാണ് പ്രാണൻ. അമ്മനെ ഇഷ്ടമാണ്, അമ്മനെ ഇഷ്ടമുണ്ടാവും, പക്ഷെങ്കിൽ അമ്മനോട് ഇഷ്ടം അങ്ങനെ പ്രകടിപ്പിക്കില്ല പെൺകുട്ടികളില്ലേ, ഇല്ലാന്ന് നമ്മളെ മുഴുവൻ അങ്ങനെ കേട്ടോ. അങ്ങനെ ഇവർ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാ ഇനിയിപ്പോൾ എത്താനായി പോവട്ടാന്ന് പറഞ്ഞ അങ്ങനെ 2ാമത്തെ സ്റ്റോപ്പ് എത്തി. അങ്ങനെ 2ആളും കൂടി ഇറങ്ങി. ഇവർക്ക് സങ്കടമായിട്ടോ, ഇനി ഇങ്ങനെ ഒരു നിമിഷങ്ങൾ എപ്പോഴാന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു പാവപ്പെട്ട ലെറ്റർ പെട്ടെന്ന് കൊടുത്താക്കിയിട്ട് അവൻ അതിലെന്തൊക്കെയാണ് എഴുതി, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്ത കത്തിൽ നന്നായിട്ട് വൃത്തിക്ക് എഴുതാനേ അവർ എനിക്ക് എന്താ എഴുതി തന്നത്, എനിക്ക് പ്രാരബ്ധങ്ങളൊക്കെ ഇല്ല എഴുതി തന്നത് പറയുമ്പോൾ അവളിങ്ങനെ ഒരു അടി എടുക്കട്ടോ. അങ്ങനെ ബസ് ഇറങ്ങി. അപ്പം അവിടെ കാണാം ശാലിനിയുടെ വീട്ടിലെ വിശേഷം പറഞ്ഞുതരാം. അച്ഛനാണെങ്കിൽ 6 മണിയാകുമ്പോൾ പേടിയും പൂട്ടി അമ്മേൻ്റെ അടുത്ത് എത്തി. അപ്പോൾ അവളേക്ക് എന്തേട്ടാ ഇത്ര നേരത്തെ വന്നേ? അവർ ഈ ഒറ്റയ്ക്കല്ല അതിനെക്കൊണ്ട് ആൾ കരുതിയിട്ട് വൈകുന്നേരമൊക്കെ അല്ലേ മനുഷ്യന്മാരല്ലാതെ സാധനം വാങ്ങാൻ വരിക. ഇന്നിപ്പോൾ കുറേ പൈസ കൊടുത്തയച്ചല്ലേ, ആ പൈസ എത്തുന്ന മുതലാക്കേണ്ടത്. ഇതൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും ആ പൈസ മുതലാവില്ല മോളെ. ഈ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ എൻ്റെ കുട്ടി ഒറ്റയ്ക്കല്ലേ, കുറുക്കൻ പിടിച്ചുകൊണ്ട് പോലെ എൻ്റെ കുട്ടീനെ ഇനി കുറുക്കനൊന്നും പിടിച്ചോണ്ട് അവർക്ക് ജാനേച്ചിനെ വിളിച്ചോണ്ട് ഞാൻ പറയും, ജാനേച്ചി കേട്ടോ അപ്പം വീട്ടുപണിക്ക് പോകുന്നുണ്ട്, മോളെ കല്യാണമൊക്കെ അല്ലേ, കുറച്ച് സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഒരു കുറിയൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ നികത്തി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ജാനേച്ചി അതിന് പോവാണ്. അപ്പോൾ പിന്നെ വന്നാൽ ക്ഷീണമൊക്കെ ആയിരിക്കും, അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്താ എൻ്റെ ഏട്ടപ്പത്തിയില്ല, എനിക്ക് അറിയാൻ വരുന്നു. ഞാൻ വിചാരിച്ചിന് ഉച്ചയ്ക്ക് പൂട്ടി വരുമോ, എനിക്ക് സംശയം ഉണ്ടായിരുന്നു അറിയാം. അതുകൊണ്ട് മക്കൾ കുറേ എന്നെ വിളിച്ച് ഞാൻ പോകേണ്ടെന്ന്, അച്ഛൻ ചിലപ്പോൾ വന്നോടും, അച്ഛൻ ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് പൂട്ടി വരണമെന്ന് വിചാരിച്ചിന്. എന്തിന്, മക്കളൊന്നുമില്ലല്ലോ, ഈ ഒറ്റയ്ക്കല്ലേ, എത്രയായി നമ്മൾ ഒറ്റയ്ക്ക് കണ്ടിട്ട്, അതുകൊണ്ടറിയാം മതിയേന്നറിയാം. അങ്ങനെ ഒരു ചായ കുടിച്ച് കിന്നാരും മുന്നാരൊക്കെ പറഞ്ഞ് വെളുക്കത്തിച്ച് കഴിഞ്ഞിട്ടും മക്കളെ കാണില്ല. കുറേ ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് കാർത്തികനെ കുറിച്ചൊക്കെ കുറേയൊക്കെ പുകഴ്ത്തി. അങ്ങനെ ഒരു 7:30 നല്ല മൈമ്പായി എന്ന് പറയുന്നത് നല്ല ഇരുടായി. അന്ന് അതൊക്കെ പറയും, മൈമ്പായി എന്നൊക്കെ പറയാം. അങ്ങനെ ഞങ്ങൾ ജാൻവിക്കാതെ പറയാം. അപ്പം വളരെ അയ്യോ ഏട്ടാ നല്ല മൈമ്പായല്ലോ, കുട്ടികളെ ഒറ്റയ്ക്ക് പേടിയാവൂലേ? 2 ചെക്കന്മാരില്ലേ കൂടെ, പിന്നെ എന്ത് പേടിക്കാനാ, ഈ എന്നൊരു കാര്യം ചെയ്യുക. അപ്പോഴേക്ക് ഏട്ടൻ കുളിച്ചൊക്കെ വന്നിട്ടുണ്ടാവട്ടെ, നേരത്തെ വന്നല്ല. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുക, ആ ടോർച്ച് എടുക്കാറ്. അപ്പോൾ ഇത്ര വലിയൊരു ടോർച്ചുണ്ട്, ആ ടോർച്ച് എടുത്തെടുക്കും. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യും, ഒന്നുകിൽ വീട് പൂട്ടിയിട്ട് ജാനേച്ചിൻ്റെ അവിടെ പോയിരിക്കും, ജാനേച്ചിക്ക് ക്ഷീണമായി ജാനേച്ചിൻ്റെ അവിടെ പോയിരിക്കും, അല്ലെങ്കിൽ ഈ ഓരങ്ങോട്ട് വിളിക്കും, അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറയും. അങ്ങനെ
വാസേട്ടൻ അങ്ങനെ പോയി ബസ് സ്റ്റോപ്പിൽ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പം പിന്നെ എന്താണ് വാസേട്ടൻ അവിടെ കുറച്ച് സ്നേഹിതന്മാരൊക്കെ കിട്ടി ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും ബസ് സ്റ്റോപ്പിൽ. അപ്പോഴായിരിക്കുമ്പോൾ മക്കളെ ഇറക്കം കണ്ടേ വയ്ക്കുമ്പോൾ മോൻ തോടി അച്ഛാ പിള്ളേരേക്ക് അച്ഛനോ അച്ഛൻ വീഡിയോയിലല്ലോ ഇതൊക്കെ വിട്ടാവും. അച്ഛൻ ടോർച്ച് പിടിച്ചങ്ങനെ മക്കളെ കാത്തിരിക്കുന്നത്. അങ്ങനെ അച്ഛൻ ശാലിനി ഓടിച്ചെന്നിട്ട് എന്താ അച്ഛൻ അവിടെ വന്നിക്കണേ പറയും നിങ്ങളെ കാണാൻ നിങ്ങൾ അമ്മയ്ക്ക് പേടി അച്ഛന് പേടിയോ? എനിക്ക് പേടിയില്ലേ, എനിക്ക് എന്തിനു പേടിക്കണേ? അപ്പൊ കാർത്തികയൊക്കെ ഉണ്ടാവുക ഞാൻ എൻ്റെ 2 ചെക്കന്മാരെ കൂടിയില്ല നിങ്ങൾ പറഞ്ഞയച്ചേ. പിന്നെ എന്താ അച്ഛനേക്കാൾ ബലവാന്മാരായ മക്കളെ ഇതെന്ന് പറയും. അപ്പോൾ വീണു പറയാം അത് തന്നെ. പിന്നെ അമ്മേൻ്റെ പേടിയോട് വന്നിരുന്നു. പിന്നെ ഇരുടല്ലേ, ഈ ഇടവഴിക്ക് ഇരുടല്ലേ, അപ്പം പിന്നെ ടോർച്ചൊക്കെ അടിച്ച് തരാമെന്ന് വിചാരിച്ച് ടോർച്ചിട്ട് വന്നു പറയും. അങ്ങനെ ഇനി ഇവളെ കൊണ്ടാക്കണ്ട അച്ഛ. അപ്പോൾ ശരിയാണ് ഇവളെ കൊണ്ടാക്കണല്ലോ. അപ്പോൾ പിന്നെ മോറ്റ് പറയും കൊണ്ടാക്കണ്ട അച്ഛ, കാർത്തികേരത്തി നമ്മളെ വീട്ടിലേക്ക് പോന്നോട്ടെ, ഇമ്പളോട് പാർത്തോട്ടെ കാർത്തികേരത്തി മാറി. അപ്പോൾ ആയില്ലേ മോനെ നമുക്ക് പാർക്കാനൊക്കെ കൊണ്ടുവരാ, സമയമാവണല്ലോ. അപ്പോൾ ഓളെ അച്ഛനും അമ്മി പേടിച്ചിരിക്കുന്നുണ്ടാവും. പേടിക്കുക മോളെ ഇല്ല. പിന്നെ ശാലിനി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഏട്ടന്മാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേടിക്കുന്നില്ല ഏട്ടാ അച്ഛാ, സമയമാവുന്നല്ലേ ഉള്ളൂ എന്നറിയും. അപ്പം അന്നൊക്കെ വാച്ചുണ്ട് കേട്ടോ. അങ്ങനെ അവർ കാർത്തികൻ്റെ വീട്ടിലേക്ക് അച്ഛനും മക്കളെല്ലാവരും കൂടി പോകുമ്പോൾ പിന്നെ അമ്മ ഉണ്ടാവും മുറ്റത്ത് വെയിലിരിക്കൽ ഇങ്ങനെ ഇടയിലേക്ക് നോക്കിക്കുന്ന, അച്ഛൻ ഉണ്ടാവും മുറ്റത്ത് ഒരു കസാല ഇട്ടിരിക്കണം. അന്നൊക്കെ നമ്മളെ മരത്തിൻ്റെ ഒരു കുഞ്ഞി കസാല അപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറുമാരി വീടാട്ടോ. അപ്പോൾ ഇവരെ കണ്ടേ വയ്ക്കും. ഇവരങ്ങോട്ട് ആ വെയിലൊക്കെ കിടന്ന് അങ്ങോട്ട് ചെന്ന് പറയും പിന്നെ കാർത്തിക ഓടിച്ചെന്ന് അമ്മയെ അച്ഛ പിന്നെ നമ്മളെ ശാലിനിൻ്റെ അച്ഛനും ഏട്ടന്മാരൊക്കെയാണെന്ന്. ആണോ? അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കയറി ഇരിക്കുന്നൊക്കെ പറയും. അപ്പോൾ ഒരു വേഗം കസാലയൊക്കെ എടുത്ത് കുലായിലേക്ക് ഇട്ടിട്ട് കയറി ഇരിക്കാൻ പറയും. കുറച്ച് കൂന്നും കൊണ്ട് കയറണം കേട്ടോ, വീട് താന്നും കൊണ്ടുള്ള വീടാ. അപ്പോൾ അച്ഛനൊക്കെ കയറി ഇരിക്കും. അപ്പോൾ അമ്മ വേഗം പോകും ചായ അപ്പോൾ അച്ഛൻ പറയും വേണ്ട. അപ്പം പിന്നെ ശാലിനി അറിയാം അമ്മ ചായ ഒന്നും വേണ്ട, ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പിന്നെ പൊറാട്ടയ്ക്ക് കഴിച്ചിട്ട് വന്നേ. പിന്നെ അപ്പോൾ ആണോ? അപ്പോൾ ഏട്ടന് ചായ കൊടുക്കാന്നറിയും. നമ്മളെ വാസേട്ടന് ഒരു വേണ്ട, ഞാനും എൻ്റെ ഭാര്യയും കൂടി ചായ കഴിച്ചിങ്ങോട്ട് ഇറങ്ങിയതുള്ളൂ, ഒന്നും വേണ്ട, സന്തോഷം ഉണ്ടായാൽ മതി. ഞങ്ങൾ അടുത്ത് തന്നെ വരുന്നുണ്ട്, മോളെ ഞങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുകയാണ്. അപ്പോൾ വീട്ടിൻ്റെ അടുത്തൊരു കല്യാണമൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് മോളെ ചോദിക്കാൻ വിചാരിച്ചിട്ടാണ്. പെണ്ണ് ചോദിക്കാൻ വേണ്ടി ഇതെൻ്റെ മോനാണെന്നുണ്ടെങ്കിൽ ബാബുവിനെ പിടിച്ചിങ്ങോട്ട് കാര്യം ഇവന് വേണ്ടിയിട്ടാണ് മോള് പറഞ്ഞില്ലേ ചോദിച്ചു. മോള് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു നല്ല സന്തോഷമായി. നിങ്ങൾക്ക് സമ്മതമായിരിക്കുമല്ലേ? ഞങ്ങൾക്ക് സമ്മതം തന്നെയാണ്. പിന്നെ ഞങ്ങൾക്കൊരു നല്ലൊരു കുടുംബത്തിലേക്ക് തരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ എന്നറിയാം. എന്നാൽ ശരി, ഇവരെ അമ്മ പേടിച്ചിരിക്കും ഞങ്ങൾ പൊട്ടട്ടോ അറിയാൻ പറ്റും. കാർത്തികനോട് പുറം തട്ടിട്ട് മോളെ പൊട്ടട്ടോ എന്നറിയാം. അപ്പോൾ ഓളെ ഡ്രസ്സ് അവിടെ കൊടുത്താലെന്നറിയാം. അപ്പോൾ ഓളെ ഡ്രസ്സ് അച്ഛനും കൂടി ഒപ്പരാണ്. അവർ നാളെ ഞാൻ സ്കൂളിലേക്ക് കൊണ്ടു തരേണ്ടടി അറിയാം. അവർ എൻ്റെ ഡ്രസ്സ് അടിക്കണം, നമുക്ക് രണ്ടാക്കും കൂടി ഒപ്പരം അടിക്കാൻ കൊടുക്കാന്നൊക്കെ പറയും. അപ്പോൾ കാർത്തിക അറിയാം നമുക്ക് റഷീദിൻ്റെ കടയിൽ കൊടുക്കണം. അപ്പോൾ അവിടെ കൊടുക്കണം, പെണ്ണുങ്ങൾ അടിക്കണോടത്ത് കൊടുക്കാം, എന്നാലല്ലേ നമുക്ക് ബ്ലൗസൊക്കെ നന്നായിട്ട് കിട്ടും. അവരെല്ലാവരും നന്നായിട്ട് ബ്ലൗസൊക്കെ അടിക്കണമെന്നറിയാം, നോക്കാന്നറിയാം. അങ്ങനെ ഇവർ വീട്ടിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ, നല്ല ഹാപ്പി. കുറേ സമയമായോ ഇല്ലല്ലേ? അങ്ങനെ ഒരു നല്ല സന്തോഷത്തിലൊക്കെയാണ്. അങ്ങനെ പിന്നെ രാത്രിയായാലും പാപ്പു കിടക്കാൻ്റെ തൊട്ടുനിന്ന് ഈ കത്തെടുത്തിട്ട് ശാലിനി ഉണ്ടാവും ഇങ്ങനെ ഇരിക്കണേ പിള്ളേർ. അവർ എടി ഇതെൻ്റെ ബുക്കിൽ വെച്ചത് എന്താ? അവൾ തന്നതിനുള്ള റിപ്ലൈ ആണ്. പിന്നെ ഇതെപ്പോഴെഴുതി? ഞങ്ങൾ രാത്രി തന്നെ എഴുതി. എവിടെ നിന്ന് കിട്ടി പേപ്പറും പെന്നൊക്കെ? വേണു രാത്രി എടുത്തോണ്ട് തന്ന് വലിപ്പന്ന്. ആണോ? ഏട്ടൻ എഴുതിയും കൂടി എഴുതി, ഞാൻ നോക്കണോ? അറേ നീ നോക്കണേ, നോക്കിക്കുക. വേണ്ട, ഞാൻ ഓളെ കൊടുത്തൊന്ന് വായിച്ചോണ്ട് അറിയാം. അപ്പോൾ അവളെ ലെറ്റർ എവിടെ? അവളെ ലെറ്റർ അവിടെ ഉണ്ട്. എവിടെ ഉണ്ട്? എവിടെയാണെന്നറിയാം. അച്ഛൻ ഇനി ഇരുന്ന് വായിച്ചു കൊടുക്കുക. ഇനി മോനിട്ടെ ഒക്കെ വായിച്ചു കൊടുത്തിക്കണം അച്ഛൻ. എപ്പത് ഇങ്ങനത്തെയൊക്കെ കിട്ടിയാൽ ഏട്ട എടുത്ത് വെക്കാൻ പഠിക്കേണ്ട. അച്ഛനൊക്കെ വായിച്ചെടുത്ത് ഒന്നുമില്ല. അവൾ നല്ല വൃത്തിക്ക് എഴുതിയതിനെ കൊണ്ട് നന്നായി. അതുകൊണ്ട് അച്ഛനമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ട്. ഇനി അവൾ എന്തെങ്കിലുമൊക്കെ എഴുതിട്ടേട്ടാ. ഇനിയുള്ള ലെറ്ററെങ്കിലും ദയവ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് തരല്ലേ. ഇല്ലടി ഞാൻ സൂക്ഷിക്കടി. പിന്നെ സൂക്ഷിക്കണ്ട, കീറി കാഞ്ഞാൾ വായിച്ചു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ മോൻ്റെ അടുത്ത് അച്ഛനും അമ്മയ്ക്ക് വായിച്ചു കൊടുക്കുന്നതൊക്കെ പറയും. അപ്പോൾ കുറേ സമയമായി എല്ലാവർക്കും നമ്മളെ ഉച്ചയൂണിലേക്ക് വണക്കം. നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടോ, 1 മണിയായി. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.
സങ്കടങ്ങളൊന്നും ആലോചിക്കരുത്, സന്തോഷം മാത്രം ചിന്തിക്കുക. നമ്മൾ വീഡിയോ കുറച്ച് ലെങ്തായി പോകുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ പറയട്ടോ ബാക്കി. നാളെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെയാണ്. കല്യാണമൊക്കെ വരല്ലേ, ഒരു ഫാൻസി പോകുന്നതും വള വാങ്ങുന്നതും ഒക്കെയാണ് കേട്ടോ പറയാൻ പോകുന്നത് എന്ന് കരുതി കാണാതിരിക്കരുത്. വള ആരോ വാങ്ങാത്തതെന്നൊക്കെ വിചാരിക്കും. കുറേ കുപ്പികളൊക്കെ വാങ്ങുന്നതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ടാറ്റാ, ലവ് യു. ചക്കരമ്മ പഞ്ചാരമ്മ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തത്. എനിക്ക് എത്ര നിങ്ങളടുത്ത് കഥ പറഞ്ഞാലും പുതിയല്ല, ഞാൻ ഇന്നോണ്ട് തന്നെ